വീഡിയോ. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും ഗൈസ് നമ്മളങ്ങനെ ഗ്രാനി ആയിട്ടാണ് നമ്മളെന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും കളിക്കാനായിട്ട് പോവേണ്ട നമ്മളുടെ ഗ്രാനി ചാപ്റ്റർ 4. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 4 ആണ് കളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 4 നമ്മുടെ മറ്റേ ഹോസ്പിറ്റൽ മഡാസ് അല്ല ഗൈസ്. ഓക്കെ, അത് വേറെ ആണെങ്കിൽ നോർമലായിട്ടുള്ള നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 4. ഓക്കെ, ഇതിൽ നമ്മുടെ ഗ്രാനി ഉണ്ട്, ഗ്രാൻഡ് പേ ഉണ്ട്, സ്ലെൻഡറീന ഉണ്ട്, നസ്പൊറോട്ട ഉണ്ട് ഗൈസ്. ഓക്കെ, പക്ഷേ ഇവരെ ഒന്നും നമ്മൾ എടുക്കുക എൻ്റെ മോനെ ഗൈസ്. അതാണ് ഏട്ടാ നസ്പൊറോട്ട എന്ന് വെച്ചാൽ ഒരു കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടത്. ഓക്കെ ഓക്കെ നമ്മളെന്തായാലും നമ്മുടെ ഏതാണ് നസ്പൊറോട്ടയും ഗ്രാനി നമ്മുടെ ഇവരെല്ലാത്തിനെയും ഒഴിവാക്കിയേക്കാണൊക്കെ നമ്മൾ പ്രാക്ടീസ് മോഡിട്ടാണ് കളിച്ച് ജയിക്കും നോക്കാനായിട്ട് പോകണം. ഓക്കെ, ഡേ 1. ഓക്കെ, നമുക്കതായാലും നോക്കാം ഗൈസ് ജയിക്കാൻ പറ്റുമെന്ന്. എന്തായാലും ഫസ്റ്റ് ഡേ എന്തായാലും ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം ഗൈസ്. ഓക്കെ ഓക്കെ നമ്മളേത് റൂമിൽ ഇറങ്ങാൻ പെട്ടിടക്കാണ് കേട്ടോ. നമുക്കിനിയിപ്പോൾ ഇതല്ലല്ലോ നമ്മുടെ ഈ ഒരു റൂമിൻ്റെ വെളിയിൽ നമുക്ക് എന്തായാലും ഇറങ്ങണം കേട്ടോ. ഓക്കെ, അത് ഇച്ചിരി ചടങ്ങാണ് ഗൈസ്. ഓക്കെ, എങ്ങനെയെങ്കിലും ഇറങ്ങിയേ പറ്റുമോ ഗൈസ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കീ അങ്ങനെ എല്ലാം കണ്ടുപിടിക്കുന്നത് ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറക്കാനുള്ള എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അതെന്ന് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, നമുക്കപ്പം ഇനി ഒരു താക്കോല് കണ്ടിട്ടുണ്ട്. താക്കോലിന് ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ഗൈസ്. ഓക്കെ, ഓടെ ഇവിടെ നമുക്ക് താക്കോല് കിട്ടി. ഓക്കെ, നമുക്കപ്പോൾ എന്തല്ലേ ഈ ഒരു താക്കോലെടുത്ത് നമുക്ക് എന്തായാലും ഈ ഒരു ഡോർ ഇങ്ങനെ തുറക്കാം. യേസ്. ഓക്കെ, നമ്മളങ്ങനെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടെന്തെല്ലാം ഉണ്ട്. ഇത് എന്ത് വീടാണല്ലേ ഗ്രാനിയുടെ വീട്. ഓക്കെ, ഇവിടെ എന്തോ ഇരിപ്പുണ്ട്. ഓക്കെ, കാർ ബാറ്ററി. ഓക്കെ, ഇതിപ്പോൾ ബാറ്ററി. ഇത് മിക്കതും കാറിൽ യൂസ് ചെയ്യാനുള്ള ബാറ്ററി ആയിരിക്കും. അയ്യോടെ കാലിക്കറി കൊണ്ടടാ ഹോൾഡ് ടു റിമൂവ് ചെയ്യാം. ഓക്കെ, ഗ്രാൻഡ് പിന്നെ നസ്പൊറോട്ട നമുക്ക് ട്രാപ്പ് ഇട്ടിട്ടാണ് വെക്കേഷന് പോയെന്ന് വെച്ചാൽ എന്താ അവസ്ഥയാണല്ലേ ഗൈസ്. ഓക്കെ, ഇവിടെ പിന്നെ എന്തൊക്കെയോ കുറേ സോഫകളൊക്കെ കിടപ്പ് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, എന്ത് വീടാണല്ലോ എൻ്റെ പൊന്നെ, കാറൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഈ ഒരു ബാറ്ററി എടുത്തുകൊണ്ട് നമുക്കെന്തായാലും ഈ ഒരു വീട് മൊത്തത്തിൽ നമുക്കെന്തായാലും സെർച്ച് ചെയ്യാം ഗൈസ്. ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. ഇതെന്താണ് അങ്ങോട്ട് വേറൊരു വഴി. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വേറെ വല്ല വഴിയായിരിക്കും ഗൈസ്. ഓക്കെ, ഇവിടെ വേറെന്തോ കുറച്ച് ഡ്രോയേഴ്സ് ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല ഗൈസ്. ഓക്കെ, നമുക്കിതെന്താണ് തുറക്കാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കെന്തായാലും തുറക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ അത് തുറന്ന് അതിൻ്റെ അതൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ഗൈസ് എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ടോയ്ലറ്റിലാണ് നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, പക്ഷെ എൻ്റെ ഫോൺ ഇവിടെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, എൻ്റെ ഫോൺ നമുക്ക് എന്തായാലും വെളിയിൽ പോകാം. എൻ്റെ മോനെ സ്ലെൻഡറീനെ നമ്മൾ സ്ക്രീൻ വെട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ലെൻഡറീനെ നമ്മളെ പൊക്കും ഗൈസ്. ഓക്കെ, നമ്മൾ ചാവും ഗൈസ്. ഓക്കെ, എന്തോ 5 ഡേ വരെ എന്തോ ഉള്ള ഗൈസ് ഈ ഒരു ഗെയിമിൽ. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും നോക്കാം ഗൈസ്. നമുക്കെന്തായാലും എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന്. ഓക്കെ ഓക്കെ നമ്മളെന്തായാലും ഇല്ല ഗ്രാനിയുടെ വീടിനെ വെളിയിൽ ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, വെളിയിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ ഇത് കിച്ചണാണ്. ഓക്കെ, ഇവിടെ ഒരു ബുക്ക് കിടപ്പുണ്ട്. ഈ ബുക്ക് നമുക്ക് എവിടെയെങ്കിലും വയ്ക്കാനുള്ളതായിരിക്കും ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയണത് ചില കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ് ഇവിടെ ഒരു ഓവന് ഇരിപ്പുണ്ടല്ലോ. ഓക്കെ, ഈ ഓവൻ എന്താണ് സംഭവം? ഓക്കെ ഗൈസ് ഇവിടെ ഒരു ഓവനുകളൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, അത് ഏതായാലും കൊള്ളാം. ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും മേളിലോട്ട് പോകട്ടെ. മേളിലോട്ട് പോയി എന്തോ ഒരു സംഭവം എന്തായാലും ഇവിടെ എന്തായാലും ഉണ്ടായി. ഇവിടെ ഡോർ തുറക്കണം. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഈ വീടിൻ്റെ 2nd ഫ്ലോറിലോട്ട് വന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു 2nd ഫ്ലോർ മൊത്തം അരിച്ചിറക്കും. ഇവിടെ ഒരു ഹാമർ ഇരിപ്പുണ്ട്. ഓക്കെ, ഹാമർ എന്തെങ്കിലും വെട്ടിപ്പൊളിക്കാൻ ആവശ്യമില്ല. ഇവിടെ ബുക്ക് വയ്ക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. ഓക്കെ, സൈനിയുടെ ബുക്ക്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും പോയിട്ട് നമ്മൾ മറ്റേ ബുക്ക് എടുത്തിട്ട് വരാനും പോയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി എന്തായാലും നമ്മൾ മറ്റേ ബുക്കില്ലേ ബുക്ക്. ഓക്കെ, ബുക്ക് നമുക്ക് എന്തായാലും പോയി എടുത്തിട്ട് എന്തായാലും വരണം ഗൈസ്. ഓക്കെ, ബുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. ഓക്കെ, ഇവിടെ നിന്ന് വേറെ തുറക്കാനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതെന്താണല്ലോ നമ്മുടെ സ്ലെൻഡറീനോ നമ്മൾ അടിക്കണമല്ലോ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, വേറെ സംഭവങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ഈ ബുക്ക് പോയിട്ട് എന്തായാലും എടുത്തിട്ട് എന്തായാലും വരാം ഗൈസ്. ഓക്കെ, ബുക്ക് നമുക്ക് എന്തായാലും താഴെ നമുക്ക് എന്തായാലും കിട്ടുക. എനിക്ക് ബാറ്ററി ഇടാൻ കയറിയാൽ ഗൈസ് നമുക്ക് ഇട്ട് ബുക്ക് എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ഓടിപ്പോവാം ഗൈസ്. ഓക്കെ, ബുക്ക് എവിടെയായിരുന്നു? ബുക്ക് ഇവിടെ കിച്ചണിൻ്റെ അവിടെ എന്തോ ആയിരുന്നു തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നമ്മളങ്ങനെ ബുക്ക് നമ്മളങ്ങനെ ഫയലിൽ നമ്മളെന്തായാലും എടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ബുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ നമുക്ക് അവിടുത്തെ എന്തെങ്കിലും സാധനം തുറക്കും. ഇവിടെ അവിടെ എന്തോ ഒരു സാധനം തുറന്നിടൊക്കെ എൻ്റെ മോനെ. ഓക്കെ, അടുത്ത സീക്രട്ട് റൂം. എത്ര റൂമാണ് ഈ വീട്ടിലൊക്കെ തമ്പുരാൻ അറിയാം ഗൈസ്. ഓക്കെ, എത്ര റൂമാണ് ഈ വീടിന്? എനിക്ക് സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്താണ് ഗൈസ്. ഓക്കെ, ഈ വീട്ടിലുള്ള മുറികൾ കണ്ടിട്ടൊക്കെ നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ സത്യം പറഞ്ഞാൽ ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞാൽ എസ്കേപ്പ് ആവും ഇതുവരെയായിട്ട് ഒരു സാധനം പോലും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. ഓക്കെ, അതാണ് മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ. ഓക്കെ, എസ്കേപ്പ് ആ ഒരു സാധനം പോലും കിട്ടിയില്ല ഗൈസ്. ഓക്കെ, ഇതെന്താണ് എന്തോ ഒരു റൂം പോലത്തെ എന്തോ സംഭവം ഉണ്ടല്ലോ. ഓക്കെ,
ഇവിടെ എന്തോ തുറക്കാനുള്ള എന്തോ സംഭവമാണ് ഇടാൻ, അതിൻ്റെ അതൊന്നുമില്ല. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ എന്തോ ബങ്കറുള്ള സംഭവം ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഡയമണ്ട് അടപ്പുണ്ട്. ഓക്കെ ഇത് താഴെ ഇവിടെ വെക്കാനുള്ള സംഭവം നമ്മൾ കണ്ടു ഗൈസ്. ഓക്കെ അതാണ് തോന്നുന്നു, അവിടെ ഇവിടെ വെക്കാനുള്ള എന്തോ ഐറ്റങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ ഈ ഒരു ഡയമണ്ടുകളൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഈ സ്ഥലമാണ് ഗൈസ്. ഓക്കെ ഇവിടെ നമുക്ക് ഈ സാധനം വയ്ക്കാം, നേരത്തെ കണ്ടിരുന്നു ഗൈസ് ഞാൻ. ഓക്കെ നമുക്കപ്പോൾ ഈ ഒരു ഡയമണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ അടുത്ത റൂം എന്തോരടേ, എത്ര സീക്രട്ട് റൂമടി ഈ വീട്ടിൽ, എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ ഗ്രാനിക്കെല്ലാം അറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ എത്ര സീക്രട്ട് റൂമടി ഈ വീട്ടിലൊക്കെ. നമുക്കെന്തായാലും ഈ ഹാമർ എടുക്കുക, എന്നിട്ട് നമ്മുടെ കാറൊക്കെ ഉള്ള സ്ഥലമല്ല അവിടെ പോയി വെട്ടി പൊളിക്കുക. ഓക്കെ ഓക്കെ ഇതാണ് ഇവിടെ സ്ഥലം ചിലട്ട്, ഇവിടെയൊക്കെ നമുക്ക് മൊത്തം തുറന്ന് നോക്കാം. നമുക്ക് പറ്റുമെങ്കിൽ കാർ എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ നോക്കി നോക്കാം കേട്ടോ. ഓക്കെ കാർ എസ്കേപ്പിന് ബാറ്ററി അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വേണം കേസ്. ബാറ്ററി നമുക്ക് കിട്ടി. ഓക്കെ വേറെ എന്തെങ്കിലും ആവശ്യം വരും. ഇതാണ് കാർ ചേട്ടാ. ഓ കാറ് നമുക്ക് താത്തണം കേട്ടോ, അതിനായിട്ട് നമ്മൾ എന്തോ ഒരു സാധനം കണ്ടുപിടിക്കണം കേസ്. ഓക്കെ ഓ മനസ്സിലായി, ഇവിടുത്തെ നമ്മുടെ മറ്റേ ഒരു സാധനം നമുക്ക് കട്ട് ചെയ്യണം കേസ്. ഓക്കെ അതാണെന്ന് വെച്ചാൽ കേട്ടോ, അത് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ നമുക്കെന്തായാലും ഈ ഒരു വീടിൻ്റെ ഏറ്റവും വെളിയിൽ നമുക്കെന്തായാലും പോവാം കേസ്. ഓക്കെ ഓക്കെ കേസ് ഇതാണ് വെളിയിലെന്ന് വെച്ചാൽ. ഓക്കെ ഓക്കെ കേസ് ഈ വീടിൻ്റെ വെളിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അറിയാൻ പാടില്ല. ഇതൊക്കെ എന്തൊക്കെയൊക്കെയോ കാണുന്നുണ്ട്. ഇതെന്താണ് ഷട്ടർ, അവിടെ എന്തോ ഒരു ലിവർ പോലത്തെ എന്തോ സംഭവം ഉണ്ടല്ലോ, അതെന്താണ്. ഓക്കെ ഓക്കെ കേസ് ഉണ്ട്, ഇവിടെ ഒരു ലിവർ പോലത്തെ സാധനം ഉണ്ട്. ഓക്കെ ഓക്കെ കേസ് ഉണ്ട്, ഇവിടെ ഒരു ഷട്ടറും ഉണ്ട് ഇവിടെ സെറ്റ്. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടാ, അവിടെ എന്തായാലും ഉണ്ടല്ലോ ഒരു ഏണി ഇതിരിപ്പുണ്ട് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലേ പോയിട്ട് അവിടെ ഹാമർ എടുത്തിട്ട് വരാം. അവിടെ ഹാമർ ഇട്ട് തുറക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ നമ്മളിവിടെ ഇപ്പോൾ സ്പീഡിൽ എന്തെങ്കിലും ഓടിയെന്നാലും ഇവിടെ ഇപ്പോൾ പുറകിലെത്തിയിട്ടെന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഓക്കെ ഇനിയിപ്പോൾ നമുക്കിവിടെ നേരെ എന്തായാലും മുകളിലോട്ട് അങ്ങ് കയറി പോകാം കേസ്. ഓക്കെ എന്നിട്ട് നമുക്കെന്തായാലും ആ സാധനങ്ങൾ പൊളിച്ചെന്തായാലും തുറന്ന് അതിൻ്റെ അകത്ത് കയറാം കേസ്. ഓക്കെ അതിൻ്റെ അകത്ത് മിക്കവാറും എന്തെങ്കിലും കിട്ടും കേസ്, അല്ലാതെ നമുക്ക് എസ്കേപ്പ് ഒരു വകുപ്പില്ല കേസ്. ഓക്കെ ഓക്കെ നമ്മളെന്തായാലും അത് പൊളിച്ചകത്ത് കയറിയിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഓക്കെ എന്താണല്ലേ ഗ്രാനിയുടെ വീട്ടിൽ എത്ര നിലയും ഇതൊക്കെ ഇപ്പം നമ്മൾ എത്രാമത്തെ ഫ്ലോറിലെന്ന് പറയുമ്പോൾ നിൽക്കണമെന്ന് വെച്ചാൽ. ഓക്കെ ഇടാ റെസ്റ്റി സിസേഴ്സ്, എനിക്ക് തോന്നുന്നു ഈ സാധനമായിട്ട് നമ്മൾ മറ്റേ കാറിൻ്റെ അങ്ങോട്ട് നമുക്ക് പോയി അത് വെട്ടി തുറന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. ഓക്കെ ഓ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ചെറിയ എന്തോ ഒരു സ്പേസ് ആണ്. ഓക്കെ നമുക്കപ്പോൾ നേരെ കാറിൻ്റെ അങ്ങോട്ട് പോയി ഈ സാധനം വെച്ചങ്ങ് വെട്ടാം കേസ്. ഓക്കെ ഓക്കെ നമുക്ക് നല്ല ഇനി വെട്ടാം. നമ്മളങ്ങനെ വെട്ടി കാർ ഇങ്ങോട്ടാ പോണ താഴെ. ഓക്കെ അല്ല താഴോട്ടുള്ള വഴിയത് അതറിഞ്ഞൂടാ കേസ്. ഓക്കെ താഴോട്ട് പോകേണ്ട വഴി ഏതെന്ന് എനിക്കറിയാൻ പാടില്ല. എടാ പണിപ്പാളി, എടാ എനിക്ക് എങ്ങനെയാണ് താഴോട്ട് പോകേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഓക്കെ ഗായ്സ് അങ്ങനെ നൈസായിട്ട് പണിപ്പാളിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മൾ ഈ വീട് മൊത്തം അരിച്ചുറക്കുക, പക്ഷേ താഴോട്ടുള്ള വഴി എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഓക്കെ അതുകൊണ്ട് തന്നെ ഉണ്ട് നമ്മളപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗ്രാനി ചാപ്റ്റർ 4 എസ്കേപ്പിംഗ് ശ്രമം നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. നമുക്കെന്തായാലും ഇതിൻ്റെ ഈ വണ്ടി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ കിടക്കണ സ്ഥലത്തോട്ട് പോകാനുള്ള വഴി എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എന്തായാലും നമ്മൾ അടുത്ത ഗ്രാനി ചാപ്റ്റർ 4ൻ്റെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്തായാലും എസ്കേപ്പ് ആവും ഗൈസ്. ഓക്കെ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം തന്നെ എന്തായാലും ചെയ്തെന്തായാലും വെക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും എസ്കേപ്പ് ആവും ഗൈസ്.